കണ്ണൂർ ജില്ലയിലെ മൊകേരി പഞ്ചായത്തിലെ വള്ളിയയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കർഷകൻ AK ശ്രീധരൻ മരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. ശ്രീധരൻ മരിച്ച പ്രദേശത്ത് ഞായറാഴ്ച രാവിലെ മുതൽ KP മോഹനൻ MLAയുടെ നേതൃത്വത്തിലുള്ള ടാസ്ക് ഫോഴ്സ് കാട്ടുപന്നികൾക്കായി തിരച്ചിൽ നടത്തി. അംഗീകൃത ഷൂട്ടർമാരുടെ സഹായത്തോടെയാണ് തിരച്ചിൽ നടത്തിയത്. കഴിഞ്ഞ ദിവസം മൊകേരിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയത്. ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള 2 എംപാനൽ ഷൂട്ടർമാരായ ജോബി സെബാസ്റ്റ്യൻ, CK വിനോദ് എന്നിവരുടെ സേവനം ഉപയോഗപ്പെടുത്തിയാണ് തിരച്ചിൽ നടത്തിയത്. KP മോഹനൻ MLA, മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് P വത്സൻ, വൈസ് പ്രസിഡന്റ് M രാജശ്രീ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP റഫീഖ, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീർ നെരോത്ത, ഡെപ്യൂട്ടി റേഞ്ചർ K ജിജിൽ, കർഷകർ എന്നിവരും തിരച്ചിലിന് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും ടാസ്ക് ഫോഴ്സിന്റെ നിർദ്ദേശങ്ങളോട് കർഷകർ സഹകരിക്കണമെന്നും MLA പറഞ്ഞു. എടുത്ത പ്രധാനപ്പെട്ട തീരുമാനം പന്നി വരാൻ സാധ്യതയുള്ള ഏരിയയിൽ തോട്ടുകാരികളായ ഷൂട്ടേഴ്സിനെയും കൂട്ടിക്കൊണ്ട് ഒരു അന്വേഷണം നടത്തുകയും അത് എത്രത്തോളം നമുക്ക് ഗുണകരമായിട്ട് വരും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് തുടർ നടപടികൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും അപ്പുറത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അപ്പുറത്തിന് ചേർന്നുകൊണ്ട് ഈ ഏരിയയിൽ ഇന്നും അതിനുള്ള സംവിധാനം വെച്ചിരിക്കും. ആ സംവിധാനം എന്തായാലും കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും അത് ഇവിടെ സ്വായത്തമാക്കാനും കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവർ ഷൂട്ടേഴ്സും അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ ഏരിയയിലൊക്കെ തന്നെ ഒരു ചർച്ച നടത്തി എവിടെയെങ്കിലും വരാൻ സാധ്യതയുള്ള ഏരിയ ഉണ്ടെങ്കിൽ അവിടെ നോക്കി അതിനുവേണ്ട സംവിധാനങ്ങൾ നടത്തുകയാണ്. കൂടുതൽ ഷൂട്ടേഴ്സിനെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുവാനും വേണ്ടിയുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. അന്ന് ബഹുമാനപ്പെട്ട മന്ത്രി വിളിച്ച് യോഗത്തിൽ എല്ലാവരുടെയും ഉത്സവം നടന്നതിന് ശേഷമാണ് ഇത്തരം നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണവും അതുമായി ബന്ധപ്പെട്ടതും അതിനുശേഷമുള്ള മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ സർക്കാർ തലത്തിൽ നടന്നു വരികയാണ്.